എല്ലാവരും ബേജാറായി ജീവിക്കാനും, കാരണം നമ്മളെ വംശഹത്യ ചെയ്യാനും നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും നാട്ടിൽ ഇല്ലാതാക്കാനും ഒക്കെയുള്ള നിഗൂഢ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ്. അത് പല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ശത്രുവിൻ്റെ നിഗൂഢമായ ഐഡിയകളും വിളവുകളും കാണുമ്പോൾ ഇതിനൊന്നും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇനി നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ള നിരാശയാണ് ഉണ്ടാവും, അല്ലേ? എന്നാൽ അള്ളാഹു എല്ലാം കണ്ടും കേട്ടും കൂടണ്ട്. അവനറിയാതെ അവൻ്റെ ആസൂത്രണങ്ങൾക്കെതിരായിക്കൊണ്ട് നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. ആ അറിവുണ്ടല്ലോ, അത് ചില്ലറ കാര്യമല്ല. കാരണം ഹാറൂൻ മൂസാ നബി അലൈഹി സ്വലാമിനെയും അള്ളാഹു പറഞ്ഞയച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞ വാക്ക് അസ്മഉ ആറാന്ന്, അവിടെ എന്താ നടക്കണമെന്ന് ഞാൻ കാണുന്നതാണ്. നീ ധൈര്യമായി പോയിക്കോ, അവിടെ എന്താ സംഭവിക്കുന്നു എന്ന് ഞാൻ കാണുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് ഒരു ബേജാറുണ്ടായില്ല. എത്ര കാര്യങ്ങൾ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു, അപ്പോഴൊക്കെ പിടിച്ചു നിന്നു. അവസാനം നമ്മൾ കാണുന്ന അത്ഭുതകരമായ കാര്യം എന്തറിയോ? ഫിർഔനും അവിടുത്തെ മുതലാളിമാരും സമ്പന്നന്മാരും രാജാക്കന്മാരും പ്രമാണിമാരും ഒക്കെ ജീവിച്ച വീട്ടിൽ നിന്ന് ഒരു വീടും പൂട്ടിനെ ഇറങ്ങി.